ഇൻസ്റ്റലേഷനിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ട്രസ് വർക്ക് തന്നെയാണ്. ഓട് മേയുമ്പോൾ നമുക്കറിയാം ഇതിനൊരു പർലിംഗ് സ്പേസ് അഥവാ പർലിംഗ് ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. എങ്കിൽ മാത്രമേ ലീക്ക് വരാതിരിക്കൂ. എന്നതുപോലെ തന്നെ സ്റ്റോൺ കോട്ടഡ് ഷീറ്റിന് പർലിംഗ് സ്പേസ് കറക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഷീറ്റുകൾ തമ്മിലുള്ള ലോക്കിംഗ് കറക്റ്റ് ആവും. എന്നാൽ ഓട് മേയുന്നത് പോലെ അടുപ്പിച്ച് റാഫ്റ്റർ കൊടുക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല. കാരണം ഒരു ഓടിൻ്റെ വെയിറ്റ് ആവറേജ് 2.5 കിലോ വരും. ആ സമയത്ത് നമ്മുടെ ഒരു സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് ഒരു ഷീറ്റിൻ്റെ വെയിറ്റ് 3.1 to 3.15 kg മാത്രമേ വരുന്നുള്ളൂ. അതായത് 5 ടൈംസ് ഇതിന് വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഓടിന് കൊടുക്കുന്നത് പോലെ ഒരു ഹെവി ട്രസ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ഇവിടെ ഓട് മേയുമ്പോൾ 2 അടി ഗ്യാപ്പിൽ റാഫ്റ്റർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 1.5 മീറ്റർ മുതൽ 1.25 മീറ്റർ ഗ്യാപ്പിൽ റാഫ്റ്റർ കൊടുത്താൽ മതിയാവും. പക്ഷേ പർലിംഗ് ഗ്യാപ്പ് 370 mm ആണ് സ്റ്റാൻഡേർഡ് സൈസ് വരുന്നത്. ഇത് പ്രീമിയം ക്വാളിറ്റിക്ക് എപ്പോഴും 370 തന്നെയായിരിക്കും. എന്നാൽ ബ്രാൻഡിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സാമ്പിൾ ഷീറ്റ് എടുത്ത് അത് വെച്ചടിക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളെപ്പോഴും ട്രസ് വർക്കിന് മുന്നേ തന്നെ സാമ്പിൾ ഷീറ്റുകൾ അവിടെ എത്തിച്ചു കൊടുക്കാറുണ്ട്.